Hi, this is me, Casac Benjali. Business coach, personal transformation expert, success strategist. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലുകളിൽ നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. ഓൺട്രപ്രണേഴ്സിനും പേഴ്സണൽ സക്സസിനും ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിരന്തരമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ നിങ്ങൾ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ ഓഫീസും നിങ്ങളുടെ ടീമിനെയൊക്കെ മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സ്റ്റാഫ് ഓരോ മിനിറ്റിലും എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് വളരെ ഡീപ്പായിട്ട് ക്ലോസ് മോണിറ്ററിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കാരണം നിങ്ങൾക്കൊരിക്കലും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനോ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തി വലുതാക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഒരു ഓൺട്രപ്രണറുടെ ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലായ്മയാണ് മൈക്രോ മാനേജ്മെന്റ്. ഞാനൊരു ബ്ലോഗിൽ വായിച്ച ഒരു അനുഭവം പങ്കുവെക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോഗിൽ വായിച്ചൊരു ഇൻസിഡന്റിനെ കുറിച്ച് പറയാം. ഒരു ലേഡി അവരുടെ ഇൻസിഡന്റ് വിവരിക്കുകയാണ്. ഒരു കമ്പനിയിൽ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡി. ഇപ്പം അവർക്ക് ഏകദേശം 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി തൻ്റെ സമയം, ഒഴിവ് സമയങ്ങളിലെല്ലാം, അതുപോലെ തന്നെ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം 2-3 മണിക്കൂറൊക്കെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ ഒരു ദിവസം CEO മാറിയിട്ട് പുതിയ CEO ആണ് അവിടെ വന്നത്. അങ്ങനെ അവരുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം ആ ലേഡിയുടെ ടേബിളിനകത്തൊരു ലെറ്റർ കിടന്നു. അതിനകത്ത് എഴുതിയത് വായിച്ചപ്പോൾ ആ ലേഡി പോലും ഞെട്ടിപ്പോയി. അതിനകത്ത് ഇപ്രകാരമായിരുന്നു: നിങ്ങളെ ഞാൻ കുറേ ദിവസമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ സാധാരണ വാഷ്റൂമിൽ പോയാൽ എടുക്കുന്നതിനേക്കാൾ 5 മിനിറ്റ് 10 മിനിറ്റോ കൂടുതൽ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ അനുവദിക്കില്ല. വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര സമയമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഒരാഴ്ചക്കകം ആ ലേഡി റിസൈൻ ചെയ്ത് ഇറങ്ങി. അവർക്ക് നഷ്ടപ്പെട്ടത് വളരെ കമ്മിറ്റഡ് ആയിട്ട് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനേക്കാളും ആത്മാർത്ഥതയോട് കൂടിയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫിനെയാണ്. മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയല്ല, മറിച്ച് ഒരു ടീം ബിൽഡിങ്ങിൽ നിങ്ങളെ അപകടപ്പെടുത്തുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവില്ലായ്മയാണ്. ഒരു ഓൺട്രപ്രണർക്ക് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ പല ഓൺട്രപ്രണേഴ്സും എൻ്റെ ക്ലയൻ്റ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് 4-5 LED TVകളിലൊക്കെ ഓഫീസിൻ്റെ ഓരോ സെഗ്മെൻറ്റും ഓരോ സ്റ്റാഫിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്യാമറകൾ സ്ഥാപിച്ച് അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എംപ്ലോയി എത്ര തവണ ബാത്റൂമിൽ പോകുന്നു, എത്ര തവണ തിരിച്ചു വരുന്നു എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ശീലമാണ്. മിനിമം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, എന്താണ് ഓവറോൾ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക എന്നതൊക്കെ ആവശ്യമാണ്. അതിന് ടെക്നോളജി, പല സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഓരോ എംപ്ലോയീസും എത്ര തവണ ബാത്റൂമിൽ പോകുന്നു, എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോന്നും എങ്ങനെ നടക്കുന്നു എന്ന് ക്ലോസ് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു എംപ്ലോയ്മെന്റ് കൾച്ചറിനകത്ത് ആദ്യം നഷ്ടമാകുന്നത് ട്രസ്റ്റാണ്. നിരന്തരമായിട്ട് നിങ്ങളൊരു ക്ലോസ് മോണിറ്ററിങ്ങിന് വിധേയമാകുന്ന ഒരു വ്യക്തി ഒരിക്കലും അവരുടെ ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. സൈക്കോളജിക്കലായിട്ടുള്ള പല പഠനങ്ങളും അത് തെളിയിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യുന്നു എന്ന് ഫീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നോ ടീമിന്റെ കയ്യിൽ നിന്നോ ഒരിക്കലും അയാൾക്ക് ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിസൾട്ട് പ്രൊഡ്യൂസറായിട്ട് മാറാൻ കഴിയില്ല. അത് സൈക്കോളജിക്കലി പ്രൂവ് ആണ്. പല പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. നിങ്ങൾ അയാളുടെ ആക്ടിവിറ്റിയിലേക്ക് നിരന്തരമായിട്ട് സാറ്റലൈറ്റും ക്യാമറ കണ്ണുകളും വെച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ അയാൾക്ക് ആദ്യം നഷ്ടപ്പെടുന്ന അയാളുടെ ഫോക്കസ് ആണ്, അയാളുടെ ഫ്രീഡമാണ്, അയാളുടെ ക്രിയേറ്റിവിറ്റിയാണ്. മാത്രമല്ല നിങ്ങളിലുള്ള ട്രസ്റ്റും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ മൈക്രോ മാനേജ്മെന്റിന് കീഴിലുള്ള ഓരോ എംപ്ലോയീസും അവർക്ക് മിനിമം മാനേജ്മെന്റിനെ തൃപ്തിപ്പെടുത്താനും ശമ്പളം ലഭിക്കാനും വേണ്ടിയുള്ള മിനിമം ആക്ടിവിറ്റി മാത്രമേ ചെയ്യൂ. ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് എക്സ്പാൻഷനിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്കോ നിങ്ങളുടെ ബിസിനസ്സിന് ഒരിക്കലും നിങ്ങൾക്ക് വളർത്തി കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ഈ ഒരു സ്വഭാവത്തിന്റെ ഏറ്റവും അപകടം പിടിച്ച കാര്യം. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും? ഈ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ചീത്ത ശീലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ഓൺട്രപ്രണറുടെ ശീലത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 3 സ്ട്രാറ്റജിയാണ് അതിനുപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൈക്രോ മാനേജ്മെന്റ് കിൽസ് എംപ്ലോയി മോട്ടിവേഷൻ. എംപ്ലോയീസിന്റെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനുള്ള ത്വരയെ, അവരുടെ ആവേശത്തെ
തല്ലിക്കെടുത്തുന്ന, അവർക്ക് ചിലപ്പോൾ 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം നിങ്ങളുടെ ഓഫീസിൽ ഇരുന്നിട്ട് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള മൂഡുണ്ടാകും, താല്പര്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഓരോന്നും മോണിറ്റർ ചെയ്യുന്ന ഒരു മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ബെസ്റ്റ് ആത്മാർത്ഥതയോടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദിസ്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്പർ 1, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ഇറ്റ് ഇസ് എ ഹ്യൂമൻ നാച്ചർ. നിങ്ങൾ ആദ്യം പറഞ്ഞു പഠിപ്പിക്കണം. മനുഷ്യ സഹജമാണ് ഇതെല്ലാം. മൈക്രോ മാനേജ്മെന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും. മറിച്ച് അവരുടേതായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ കൾച്ചർ സെറ്റ് ചെയ്യുക, അവർക്ക് പ്രവർത്തിക്കാനുള്ള, വർക്ക് ചെയ്യാനുള്ള ഫ്രീഡവും കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഫ്രീഡവും കൊടുക്കുക. Then only you can expect the massive result from your team members. This is what you have to teach yourself. നിങ്ങൾ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. ഇത് നല്ലതല്ല, ഇത് അത്ര നല്ലതല്ല, നിങ്ങളെ രക്തം തിളയ്ക്കുന്നുണ്ടാകും നിങ്ങളുടെ സ്വഭാവം, പക്ഷെ ഇത് നിങ്ങളുടെ ക്യാരക്ടർ പ്രോബ്ലമാണ്, എംപ്ലോയീസിന്റെ പ്രോബ്ലം അല്ല. ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു പരിധി വിട്ട് ഈ ഒരു കൾച്ചറിലോ ഈ ഒരു സ്വഭാവമുള്ള മാനേജ്മെന്റിന്റെ കീഴിലോ വളരാൻ പറ്റില്ല എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ദാറ്റ് ഇസ് നമ്പർ 1. ആൻഡ് നമ്പർ 2, നിങ്ങളെ ഒരു മികച്ച ലീഡർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുകളും നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാക്കുക. അതായത് ഡെവലപ്പ് യുവർ സെൽഫ് ആസ് എ ഗുഡ് ലീഡർ. എങ്ങനെയാണ് മനോഹരമായിട്ട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് എംപ്ലോയീസിനെ ഇംപ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മനോഹരമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള സോഫ്റ്റ് സ്കില്ലുകൾ, ഒരു ഹ്യൂമൻ ക്യാരക്ടർ ഉണ്ടായിരിക്കേണ്ട സോഫ്റ്റ് സ്കില്ലുകൾ, ഒരു ലീഡറെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ട സ്കില്ലുകൾ നിങ്ങൾ മാസ്റ്റർ ചെയ്തിരിക്കണം. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, നിങ്ങളുടെ ആശയം കൺവിൻസ് ചെയ്യുന്നിടത്താകാം, ഐഡിയ ആകാം, നിങ്ങളുടെ മിഷനും പർപ്പസും കൺവേ ചെയ്യുന്നതിലാകാം. പക്ഷെ അതിനെ മനോഹരമായിട്ട് ഇത് നമ്മുടെയാണ്, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഇത് അദ്ദേഹത്തിന്റെ ബോസിന്റെ മാത്രമല്ല, ഇത് നമ്മുടെ ടീമിന്റെ ടാർഗറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ഗോളാണ്, നമ്മുടെ മിഷനാണ് എന്ന് അവരുടെ ഉള്ളിൽ തോന്നലുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ ലീഡ് ചെയ്യാനുമുള്ള ഒരു ലീഡർഷിപ്പ് ക്യാപ്പബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യണം. ഇതാണ് നമ്പർ 2. ആൻഡ് നമ്പർ 3, മേക്ക് ദം ക്ലിയർ അബൌട്ട് യുവർ മിഷൻ ആൻഡ് പേർപ്പസ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഓർഗനൈസേഷന്റെ ഗോൾ, മിഷൻ, പേർപ്പസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കുക ഓൺട്രപ്രണർക്ക് തന്നെയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്. അവരവരുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങൾ അവർ പറയും. എൻ്റെ ലക്ഷ്യം ഇതാണ്, എനിക്ക് ബിസിനസ്സിന് ഇവിടെ ഉണ്ടാക്കണം, ഇവിടെ ബ്രാഞ്ച് തുടങ്ങണം, എത്ര ഔട്ട്ലെറ്റിലേക്ക് ഉണ്ടാക്കണം, എൻ്റെ ടേൺ ഓവർ 100 കോടിയിൽ നിന്ന് 1000 കോടിയിലേക്ക് കൊണ്ടുപോകണം, മാർക്കറ്റിൽ ഇത്രയും എനിക്ക് മാർക്കറ്റ് ഷെയർ വേണം, എൻ്റെ പ്രോഡക്റ്റ് ഇത്ര ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് നിങ്ങളുടെ മാനേജേഴ്സിന് അറിയോ? ഇത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് അറിയോ? ഇത് നിങ്ങളുടെ ഓരോ സ്റ്റാഫിനും അറിയോ? അറിയില്ല എങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ അർത്ഥം. ഈ മൈക്രോ മാനേജ്മെന്റിന് പോകുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു എന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കി ഓരോ കാര്യത്തിലും അവരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ കളക്റ്റീവ് ഗ്രോത്ത് ആണ്. നമ്മുടെ മിഷൻ ഇതാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഇതാണ് നമ്മുടെ പേർപ്പസ്. ഇതാണ് നമ്മൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് അവരെ പറഞ്ഞു കൊടുക്കുക, അവരെ ട്രെയിൻ ചെയ്യുക. ഈ വാല്യൂ ആണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റിലൂടെ നമുക്ക് ഇതാണ് നേടിയെടുക്കാൻ പോകുന്നതെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 100% എംപ്ലോയീസും നിങ്ങളുടെ വാല്യൂവിൻ്റെയും നിങ്ങളുടെ സ്വപ്നത്തിൻ്റെയും കൂടെ വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മൈക്രോ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 90% എംപ്ലോയിയും നിങ്ങളിൽ നിന്ന് റിട്ടൻഷൻ വളരെ കുറവായിരിക്കും. നിങ്ങളുടെ കൂടെ 1-2 വർഷത്തിൽ കൂടുതൽ നിൽക്കാൻ കഴിയില്ല. എത്ര ശമ്പളം കൊടുത്തു കഴിഞ്ഞാലും കംഫർട്ടബിൾ അല്ലാത്തൊരു സ്ഥലത്ത് ഒരു എംപ്ലോയി നിൽക്കില്ല. എല്ലാവരുടെയും ലൈഫിൽ പണം മാത്രമൊന്നും അല്ല പ്രധാനം. അവരുടെ ലൈഫിൽ വർക്ക് എംപ്ലോയ്മെന്റ്, വർക്ക് കൾച്ചർ, കംഫർട്ട്, ഹാപ്പിനെസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പമാണ് പണവും. സോ അതുകൊണ്ട് തന്നെ ആ റിട്ടൻഷൻ എന്ന് പറയുന്നതിന് വളരെ വലിയ രീതിയിൽ 60 to 70% എങ്കിലും നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നിങ്ങൾക്ക് റിട്ടൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഗോളിനെ കുറിച്ച് കൃത്യമായി ക്ലാരിറ്റി കൊടുത്താൽ മാത്രമല്ല, നിങ്ങൾ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ മിഷനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നത് അവരോട് ബോധ്യപ്പെടുത്തി പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ കരിയർ ലാഡർ അവർക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്ലാൻ ചെയ്യാൻ പറ്റും.
ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ലൈഫ് സേഫാണ്, നമ്മൾ ഇവിടെ ഇന്ന് ആത്മാർത്ഥയോടെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൽ പ്രൊമോഷൻ പോസിബിലിറ്റീസും ഉണ്ട്, സാലറി ഇൻക്രിമെന്റ് ഉണ്ട്, ലൈഫ് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് ഒരു എംപ്ലോയി തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഗോളിനെ കുറിച്ച് നിങ്ങളുടെ ഓരോ ടീം അംഗങ്ങൾക്കും ക്ലാരിറ്റി കൊടുക്കുമ്പോഴാണ്. സോ ഈ ഒരു 3 സ്ട്രാറ്റജികളിലൂടെ നിങ്ങൾക്കൊരു മൈക്രോ മാനേജ്മെന്റ് ഒരു ബോസിൽ നിന്ന് വളരെ കൂളായിട്ടൊരു ബ്രോഡ് ആൻഡ് വൈഡ് ആംഗിളിൽ കാര്യങ്ങൾ നോക്കിക്കാണുകയും അൾട്ടിമേറ്റ് നമ്മുടെ ബിസിനസ് ഈ ഒരു ഷിപ്പ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് എഫക്റ്റീവായിട്ട് പോകുന്നുണ്ടോ, വേഗതയോടെ പോകുന്നുണ്ടോ, എല്ലാ ടീം അംഗങ്ങളും അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാനും കഴിയും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇഫ് യു ആർ ആൻ ഓൺട്രപ്രണർ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യുക. നമ്മൾ ഇതുപോലെ തന്നെയുള്ള ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഫ്രീ വീഡിയോസ് യൂട്യൂബിൽ ധാരാളം ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓൺട്രപ്രണേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പേഴ്സണൽ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം കോഴ്സുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. So we will help you to reach there. Thank you so much. This is me, Casac Benjali, business coach and success strategist.